ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രം ഇറങ്ങാൻ ഇനി 3 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിൽ എന്ന് തുടങ്ങും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. നാളെയാണ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണി തൊട്ട് കേരളത്തിൽ ബുക്കിംഗ് ആരംഭിക്കും എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായി രജപുത്ര വിഷ്വൽ മീഡിയ പുറത്ത് വിട്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 1 മണിക്കൂറിന് മുമ്പാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റ് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിന് പുറത്തൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ ഒരു തിയേറ്ററിലാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനോടകം സിനിമയുടെ ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ 20K എത്തിയിരിക്കുകയാണ്. വലിയ അനക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വന്ന ഈ ഒരു സിനിമ 2 മണിക്കൂറും 41 മിനിറ്റുമാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു ഡ്രാമ ഗണത്തിൽ വരുന്ന സിനിമ, ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള ലെവലിലും ഒപ്പം ഇതിനകത്തിൽ ത്രില്ലിംഗ് സസ്പെൻസ് മോഡിലുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റാണി പശ്ചാത്തലമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. റാണിയെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതലായി പറയാനുള്ളത്. ഒരു ടാക്സി ഡ്രൈവർ ഷൺമുഖൻ, ആ ഒരു നാട്ടിൽ അയാൾക്കൊരു കാറുണ്ട്, അംബാസഡർ കാർ. ആ കാറും അയാളുമായിട്ടുള്ള അടുപ്പം തന്നെയാണ് പിന്നീട് നമ്മൾ പല വീഡിയോസിലും അല്ലെങ്കിൽ പല അതിൻ്റെ അപ്ഡേറ്റുകളിലുമൊക്കെ കണ്ട പോലെ തന്നെ അയാളും ആ കാറുമായിട്ടുള്ള ബന്ധം അത്ര ഇതാണ്. ഒരിക്കൽ അയാളുടെ കാർ പോലീസ് പിടിക്കുന്നു. പിന്നീട് അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ്. മോഹൻലാലും ശോഭനയുമാണ് ഇതിനകത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. മണിയമ്പിള്ള രാജു, ഇർഷാദ്, ബിനു പപ്പു, അതേപോലെ ഫർഹാൻ ഫാസിൽ തുടങ്ങിയവർ ഇതിനകത്തിൽ പ്രധാന അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്നു. M. രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജേക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിഷ്യൻ ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും KR സുനിൽ സ്ക്രീൻ പ്ലേയും ഷാജി കുമാർ സിനിമാറ്റോഗ്രാഫറുമാണ്. സിനിമ ഒരു 1.5 സിനിമയായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. കാരണം മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകരിൽ നിന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നതും ആ റേഞ്ചിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തരുൺ മൂർത്തി ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഈ ഒരു സിനിമ എത്തുമ്പോൾ അത് നമ്മളെ ആഘോഷിപ്പിക്കാനുള്ള ഒരു വകുപ്പുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. സാധാരണ ഒരു മോഹൻലാൽ സിനിമ വരുന്ന പോലെയല്ല, പ്രത്യേകിച്ച് യാതൊരു ഹൈപ്പുമില്ലാതെ വന്ന് തിയേറ്ററുകളിൽ ഇത് പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കമൻസിലൂടെ ആരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. ഹൈപ്പ് ഇല്ലായിരുന്നെങ്കിൽ എമ്പുരാൻ എന്തായേനും എന്നുള്ള ഒന്ന് ആലോചിച്ചാൽ മതി. ഓരോ സിനിമയ്ക്കും അതിൻ്റെ രീതിയിലുള്ള ഹൈപ്പുകൾ വേണം. ഇവർ ഹൈപ്പ് കുറച്ച് തന്നെയാണ് ഈ സിനിമ ഇറക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ നമുക്ക് ഇത് ആളിക്കത്തുന്നത് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.